ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ അക്ഷയ് കുമാറിന്റെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നു എന്നുള്ളതാണ്. അക്ഷയ്, ദേശത്ത് എന്ത് സംഭവിച്ചാലും ശരി, ആദ്യം അതിന്റെ അഭിപ്രായം പറയാൻ വേണ്ടി താങ്കളാണ് എത്തുന്നത്. ബാംഗ്ലൂരിൽ സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള ഹറാസ്മെന്റ് നടന്നപ്പോ മൃഗങ്ങളെപ്പോലെ പ്രവർത്തിക്കാൻ പാടില്ലെന്ന് താങ്കൾ പറഞ്ഞു. അത് സത്യമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും ആവശ്യമില്ലാതെ പോയി തലയിടാറ്. സാർ, ഞാൻ ജീവിതത്തിൽ 2 കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ ആ 2 കാര്യങ്ങളും അവർക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടാവും. സാർ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങളെപ്പറ്റി മീഡിയ തന്നെ പറയും അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല എന്ന്. ഇനി സംസാരിച്ചാൽ അത് തെറ്റായിപ്പോയി എന്നും പറയും. നിങ്ങൾ തന്നെ പറ, നിങ്ങൾ എത്ര പേർ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ സ്ത്രീകൾക്കെതിരെ സംസാരിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? സാർ, ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ വളരെ തെറ്റായിട്ട് സംസാരിച്ചു. സാർ, ഒന്നുകൂടി പറഞ്ഞേ. ബാംഗ്ലൂരിന്റെ സംഭവത്തിൽ അക്ഷയ് സാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അത് നല്ല കാര്യമൊക്കെ ആയിരുന്നു. പക്ഷേ അബു അജ്മീനെ കുറിച്ച് പറഞ്ഞത് വളരെ മോശപ്പെട്ട ഒരു വാക്ക് തന്നെയായിരുന്നു. അതായത് സാർ, ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു സാർ? നിങ്ങൾ ഒരാൾക്ക് ഫേവറായിട്ട് സംസാരിക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾ രാഷ്ട്രീയം പറയുമ്പോൾ. നോക്കൂ, ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ആരെയും എതിർത്തുകൊണ്ടുള്ള ഒന്നല്ല. നമ്മൾ എല്ലാവരും മനുഷ്യരായതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ ബഹുമാനിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ കമൻ്റ് അടിക്കുന്നുണ്ടെന്ന്. ഞാൻ ഒരിക്കലും കമൻ്റ് അടിക്കാറില്ല. ഞാൻ സൊല്യൂഷനാണ് കൊടുത്തത്. ഞാൻ സൊല്യൂഷൻ കൊടുക്കാറുണ്ട്. ഞാൻ എന്താണോ പറഞ്ഞത്, ഞാൻ ഇന്ന് ആർമിയെ പറ്റി പോലും ഒരു കാര്യം പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞത് ആരെയും കമൻ്റ് ചെയ്തുകൊണ്ടോ ഒന്നും തന്നെയല്ല. ഞാൻ അത് തെറ്റാണ്, ഇത് തെറ്റാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ സൊല്യൂഷനാണ് കൊടുത്തത്. ഞാൻ ഇങ്ങനെ ഒരു കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനല്ല. ഒരാളെ പറ്റി സംസാരിച്ച് അതിൽ നിന്ന് തെറ്റ് കണ്ടുപിടിച്ച് നിങ്ങൾ ആ തെറ്റ് ചെയ്യുന്നു, ഈ തെറ്റ് ചെയ്യുന്നു, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറയാറില്ല. ഇതിനും കമന്റ് ചെയ്തിരുന്നു, അതായത് സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചുള്ള കാര്യം. തീർച്ചയായും എനിക്ക് നന്നായിട്ട് തോന്നി. പിന്നെ സ്വച്ഛതാ അഭിയാനെ കുറിച്ചും അതും വളരെ നന്നായിരുന്നു സാർ. സ്വച്ഛതാ അഭിയാൻ ഒരുപക്ഷെ ടെററിസ്റ്റുകൾക്ക് നേരെ അറ്റാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. എന്തുകൊണ്ട് നല്ലതല്ല? അതിലെന്താ ഇത്ര പ്രോബ്ലം ഉള്ളത്? പിന്നെ ഞാൻ എന്താ കരുതുന്നത് വെച്ചാൽ, ഞാൻ മാത്രമല്ല, ഈ ലോകം തന്നെ ആഗ്രഹിക്കുന്നത് ടെററിസം ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ തെറ്റായിട്ട് ഒന്നും തന്നെ ഇല്ല. അതെ, എനിക്കിതിൽ തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ കമൻ്റ് അടിക്കാറില്ല. ഞാൻ എല്ലാത്തിനുള്ള സൊല്യൂഷൻ മാത്രമാണ് പറയാറ്. ഈ സ്ത്രീയുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്യുമ്പോഴും ബാംഗ്ലൂർ നടന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോഴും ഞാൻ ഒരു സ്കൂൾ നടത്തുന്ന ആളാണ്. നിങ്ങളുടെ വാർത്താ റിപ്പോർട്ടർ ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാനൊരു സ്കൂൾ നടത്തുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് ഒരു സ്കൂളുണ്ട്. അവിടെ ഞാൻ പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. 15,000 പെൺകുട്ടികൾക്ക് ബോംബെയിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നു. പിന്നെ ഞാൻ ഇനിയും ഈ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഡു ഇറ്റ് മോർ. താങ്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ജനങ്ങൾ ഇങ്ങനെ പറയുന്നത്. അക്ഷയ്ക്ക് രാഷ്ട്രീയത്തിൽ വരാൻ താല്പര്യമില്ല സാർ. എനിക്കതിൽ തീരെ താല്പര്യമില്ല, സത്യമായിട്ടുമില്ല. ഒരുപക്ഷെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അന്ന് തന്നെ നിങ്ങൾ ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കണം. ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നില്ല. എനിക്ക് രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യവുമില്ല സാർ. എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഞാനിപ്പോൾ വളരെ സന്തോഷവാനാണ്. സിനിമ എടുക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, പിന്നെ അതോടൊപ്പം രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ സേവനങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ രാഷ്ട്രീയത്തിൽ മാത്രം എനിക്ക് താല്പര്യമില്ല. എത്രയോ ഫിലിം സ്റ്റാർസ് ഒക്കെ രാഷ്ട്രീയത്തിൽ വന്നിരുന്നു. അവരുടെ സിനിമകളൊക്കെ പീക്കിൽ പോയിരുന്നു. അത് സുനിൽ ദത്ത് ആണെങ്കിലും ശരി, രാജ് ബബ്ബർ ആണെങ്കിലും ശരി, അത് അമിതാഭ് ബച്ചൻ ആണെങ്കിലും ശത്രു സാർ ആണെങ്കിലും ശരി, ഇങ്ങനെ ധാരാളം പേര് വന്നിട്ടുണ്ടല്ലോ. താങ്കൾ എന്തുകൊണ്ട് വന്നുകൂടാ? പ്രശ്നമൊന്നും തന്നെ ഇല്ല. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടന്നാൽ ഒബ്വിയസ്ലി ഞാൻ 2 കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് സ്പോർട്സ് വിഷയത്തിൽ, പിന്നൊന്ന് ഹെൽത്ത് വിഷയത്തിൽ. ആ 2 കാര്യത്തിലും എനിക്ക് നല്ല നോളജ് ഉണ്ട്. അതിനെപ്പറ്റി എനിക്ക് നല്ല രീതിയിൽ അറിവുണ്ട്. ഒരുപക്ഷെ എനിക്ക് ഈ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. അങ്ങനെയാണെങ്കിൽ സ്പോർട്സ് മിനിസ്റ്റർ ആകാനാണോ ആഗ്രഹം, അതോ ഹെൽത്ത് മിനിസ്റ്റർ? അല്ല, ഒരിക്കലും മിനിസ്റ്റർ ആകുന്നതിനെ പറ്റിയല്ല. എനിക്ക് ഈ വിഷയങ്ങളിൽ നല്ല അറിവുണ്ട്. എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. ഒരു മിനിസ്റ്റർ ആയിക്കൊണ്ട് ഇതൊക്കെ ചെയ്യണമെന്നുള്ള ആവശ്യം എനിക്കില്ല. നമുക്ക് ഒരു മിനിസ്റ്ററുമായിട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് മിനിസ്റ്റർ ആവാൻ താല്പര്യമില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ മിനിസ്റ്റർ ആവാൻ ആഗ്രഹിക്കുന്നില്ല സാർ. അക്ഷയ് സാർ, നിങ്ങൾ ഈ പ്രോഗ്രാമിന് വന്നതിന് ശേഷം, നിങ്ങൾ ഫിലിംസിലൊക്കെ കണ്ടതിന് ശേഷവും നിങ്ങളെക്കുറിച്ച് ഒരളവിന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഞാൻ ഒരു കാര്യത്തിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള മിക്കവാറുള്ള ആൾക്കാരും. അതെന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ 16ഓളം ഫിലിംസ് ഫ്ലോപ്പായി. ആ സമയത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു അതൊക്കെ ഹാൻഡിൽ ചെയ്ത്? നിങ്ങൾ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? അവസാനം നിങ്ങളെ എങ്ങനെയാണ് റീഫോം ചെയ്തെടുത്തത് സിനിമയിലൊക്കെ? നോക്കൂ, ഇതിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ, 16 ഫ്ലോപ്പുകൾക്ക് ശേഷവും എൻ്റെ അടുത്ത്, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് ഒരുപാട് പടങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമകൾ, ഞാൻ പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ സിനിമകൾ കിട്ടുന്നത്. എൻ്റെ ആക്ടിംഗ് ടാലൻറ്റ് കാരണമല്ല കിട്ടുന്നത്. ഈ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ഹോണസ്റ്റാണ്. പിന്നെ തീർച്ചയായും പ്രയാസം ഉണ്ടായിരുന്നു. സിനിമകളൊന്നും തന്നെ വിജയിച്ചില്ല. അതെന്നെ ഒരുപാട് ബുദ്ധിമുട്ടിൽ ആഴ്ത്തി. പക്ഷേ
എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ബാങ്കോക്കിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ നിന്നാണ് ഞാൻ മാർഷൽ ആർട്സ് പഠിച്ചത്. അവിടെ നിന്ന് ഞാൻ സ്ട്രീറ്റ് ഫൈറ്റ്സും പഠിച്ചെടുത്തു. ഞാൻ അവിടെ തായ് ഫൈറ്റേഴ്സിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതിലെത്രയോ ഫൈറ്റുകൾ ഞാൻ തോൽക്കും, പിന്നെ ഒരുപാട് പരിക്ക് പറ്റും. പക്ഷേ എത്രയൊക്കെ പരിക്ക് പറ്റിയാലും നമ്മൾ തളരാതെ എഴുന്നേറ്റ് നിൽക്കണം, അതാണ് പ്രധാനം. സോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു. പിന്നെ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് വീണ്ടും ഒരുപാട് സിനിമകൾ കിട്ടി. അങ്ങനെ ഞാൻ എൻ്റെ ജോലി കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റി. അക്ഷയ്, താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ പല പ്രശ്നങ്ങളെയും ഫേസ് ചെയ്തിട്ടുണ്ട്. താങ്കൾ സ്വർണ്ണ വ്യാപാരം നടത്തിയിട്ടുണ്ട്, ട്രാവൽ ഏജന്റായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്, പല രീതിയിലുള്ള ജോലികളും ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും സക്സസ് ലഭിച്ചിട്ടുണ്ടോ? കുന്തൻ കടയ്ക്ക് വേണ്ടി ഒരുപാട് ജ്വല്ലറി വിൽക്കേണ്ടി വന്നു. ദില്ലിയിൽ നിന്ന് വാങ്ങി ഞാൻ, അതായത് ദില്ലി മാർക്കറ്റിൽ നിന്ന് വാങ്ങി എനിക്കത് ബോംബെയിൽ കൊണ്ടുപോയി വിൽക്കേണ്ടി വന്നു. അതിനുശേഷം കൽക്കട്ടയിൽ ഞാൻ ഒരു സ്പോട്ട് ബോയ് ആയിരുന്നു, അവിടെ ഒരു ട്രാവൽ ഏജന്റിന്റെ അടുത്ത്. അങ്ങനെ എനിക്ക് ഢാക്കയിലും ജോലി ചെയ്യാൻ പറ്റി. പിന്നെ ബാങ്കോക്കിൽ ജോലി ചെയ്തു. പിന്നെ ഞാൻ ബോംബെയിൽ മാർഷൽ ആർട്സ് സ്കൂള് ഞാൻ നടത്തി, ജനങ്ങൾക്ക് ട്രെയിനിങ് കൊടുത്തു. അതൊക്കെ എനിക്കൊരു വലിയ പോരാട്ടം തന്നെയായിരുന്നു. എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ താങ്കൾ ഒരു ഫിലിം സ്റ്റാർ ആകും, അത് ഇത്രത്തോളം വലിയൊരു സ്റ്റാർ ആകുമെന്ന്? ഇല്ല, ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല സാർ. ഇത് ശരിക്കും ഒരു വലിയ കാര്യമാണ്. ഒരിക്കലും ഇതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഒരു തവണ ഞാൻ ദേഷ്യത്തിൽ, അതായത് അച്ഛൻ എന്നെ ഒരു തവണ അടിച്ചിരുന്നു. കാരണം ഞാൻ പഠനത്തിലത്ര മിടുക്കനൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിനോട് ചോദിച്ചു, നീ പഠിച്ചില്ലെങ്കിൽ ഭാവിയിൽ ജീവിതത്തിൽ എന്താവാനാണ് നീ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു ഹീറോ ആവാനാ താല്പര്യമെന്ന്. ഞാനത് സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞതല്ലായിരുന്നു. എന്നാലും ഒരു തവണ അതായത് ചിലരൊക്കെ പറയാറില്ലേ വായിൽ സരസ്വതി വിളയാടിയെന്ന്, അതുകൊണ്ട് ചിലപ്പോൾ അതായിരിക്കും എനിക്കന്ന് സംഭവിച്ചത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, അതായത് താങ്കൾ ഏത് ഭിത്തിയുടെ അടുത്ത് നിന്നാണോ ഫോട്ടോഷൂട്ട് എടുത്തത്, ആ ഭിത്തിയുടെ പുറയിലുള്ള വീട് താങ്കൾ വാങ്ങിയെന്നാണ് കേട്ടത്. അതെ സാർ, അത് സത്യമാണ്. ആക്ച്വലി ഞാൻ ഫോട്ടോഷൂട്ട് അകത്ത് വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടുത്തെ വാച്ച്മാനോട് പറഞ്ഞിരുന്നു ആരെയും അകത്തോട്ട് വിടരുത് എന്ന്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ആൻഡ് ഇതും ഒരു യാദൃശ്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിനെപ്പറ്റിയും ചിന്തിച്ചിട്ടൊന്നുമില്ല. അതായത് ആ വീട് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നില്ല, പക്ഷേ അതെനിക്ക് വാങ്ങാൻ പറ്റി. ഇതൊരു വളരെ യാദൃശ്യമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് അവിടെ തന്നെ വീട് വാങ്ങാൻ പറ്റി. വാച്ച്മാൻ പഴയതാണോ അതോ മാറ്റിയോ? അങ്ങനെയല്ല, വാച്ച്മാൻ്റെ കാര്യം, അതായത് ഇത് ഒരു 26-27 വർഷം മുന്നേ നടന്ന കാര്യമാണ്. അദ്ദേഹത്തിന് അന്നേ നല്ല പ്രായമുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ജീവിതത്തിൽ യാദൃശ്ചികമായ കാര്യങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ യാദൃശ്ചികമായി നടന്നതാണോ രാജേഷ് ഖന്നയുടെ അടുത്ത് ജോലി? അതെ സാർ, ഞാൻ പോയിരുന്നു. പക്ഷേ ഞങ്ങളെ കാണാൻ പോലും കൂട്ടാക്കിയില്ലേ? ഇല്ല, ഒരിക്കലുമില്ല. ഞങ്ങൾ കണ്ടുമുട്ടി സംസാരിച്ചു. നിങ്ങളുടെ സംസാരം കേട്ട എൻ്റെ കുടുംബത്തിൽ പ്രശ്നമാകുമെന്ന് തോന്നുന്നല്ലോ. സോ ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോയി എന്നുള്ളത് സത്യമാണ്. അദ്ദേഹവും എന്നെ മീറ്റ് ചെയ്യാൻ കൂട്ടാക്കി. പിന്നെ ഞങ്ങൾ ഒരു 15 മിനിറ്റോളം സംസാരിച്ചു. അന്ന് അദ്ദേഹം ഒരു സിനിമ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ചംകി പാണ്ഡെയായിരുന്നു ഹീറോ. സിനിമയുടെ പേര് ജയ് ജയ് ശിവശങ്കർ. ആ സിനിമയായിരുന്നു അന്ന് ചെയ്യുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ വീണ്ടും സിനിമ എടുക്കുകയാണെങ്കിൽ നിന്നെപ്പറ്റി ചിന്തിക്കാമെന്നും നിനക്ക് ചാൻസ് തരാമെന്നും. അപ്പൊ താങ്കൾ ആലോചിച്ചു പോലും കാണില്ലല്ലേ അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിക്കുമെന്നുള്ളത്? ഇല്ല സാർ, ഒരിക്കലുമില്ല. ഇങ്ങനെയൊക്കെ ആർക്കാണ് സാർ ചിന്തിക്കാൻ പറ്റുക? ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഇതെല്ലാം ആ ദൈവത്തിന്റെ പദ്ധതികളാണ് സാർ. തലയെഴുത്താണോ താങ്കളെ ഇത്രത്തോളം മാറ്റിയെടുത്തത്? അതെ സാർ, എൻ്റെ തലയിലെഴുത്ത്, പിന്നെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹവും ഉണ്ടായിരുന്നു. പിന്നെ അധ്വാനം തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒന്നാണ്. എന്നോട് ജനങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, അധ്വാനമാണോ പ്രധാനം അതല്ല വിധിയാണോ പ്രധാനം എന്ന്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൻ്റെ കാര്യത്തിൽ ഒരു 65-70% നമ്മുടെ വിധിയും പിന്നെ ഒരു 30% മാത്രം നമ്മുടെ ഹാർഡ് വർക്കുമാണ്. ബിക്കോസ് എനിക്കറിയില്ല, കാരണം എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. കാരണം ഞാൻ ഇൻഡസ്ട്രിയിലെ സ്റ്റുഡിയോകൾക്കകത്തൊക്കെ എത്ര തവണ പോയാലും അവിടെ എന്നേക്കാളും ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരുപാട് നാൾ കാത്തിരുന്ന് ഒരുപാട് അധ്വാനിക്കുന്നവരാണ് അവരൊക്കെ. എന്നേക്കാളും നല്ല ആക്ടേഴ്സ്, എന്നേക്കാളും നല്ല ഡാൻസേഴ്സ്. പക്ഷേ അവരുടെ അടുത്തൊക്കെ ഒരു കുറവ് മാത്രമേ ഉണ്ടാവൂ. അത് ചിലപ്പോൾ അവരുടെ വിധിയായിരിക്കും. അവർക്ക് ശരിയായ സമയത്ത് ജോലി കിട്ടുന്നില്ല, അതിലൂടെ അവർക്ക് പ്രശസ്തരാവാൻ പറ്റുന്നില്ല. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ. ദാറ്റ് ഈസ് വേർ ഐ ഗോട്ട് ലക്കി ആൻഡ് ഐ കെയിം ഔട്ട്.